അസ്സലാമലൈക്കും. നമ്മുടെ പച്ചക്കറിത്തോട്ടം ഒരു പൂക്കട പോലെ ആക്കിയാലോ? പച്ചക്കറി മാത്രം പോരല്ലോ, ഇതുപോലെ നന്നായിട്ട് പൂക്കളൊക്കെ വിരിഞ്ഞു നിൽക്കുന്ന ഒരു ചെറിയൊരു പൂക്കടം കൂടി നമ്മുടെ തോട്ടത്തിൽ, അതായത് ടെറസ് തോട്ടത്തിൽ സെറ്റ് ചെയ്യാം. ചെടികളൊക്കെ നന്നായി പൂക്കളുണ്ടാവാനുള്ള അടിപൊളി ടിപ്സും വളവും എല്ലാം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ നല്ല വേനൽക്കാലം ആയതുകൊണ്ട് നമ്മളെല്ലാ ചെടികളും ഒരുമിച്ചാണ് ടെറസിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനെല്ലാം വീണ്ടും റീഅറേഞ്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ എല്ലാ ചെടികളും കൂടിയിട്ട് ഇങ്ങനെ ഒരുമിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല വെയിലിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനെല്ലാം കൂടി കൂട്ടത്തോടെ വെച്ചത്. അപ്പോൾ അതിൽ നന്നായി പൂക്കളൊക്കെ വിരിയുമായിരുന്നു. ഇപ്പോൾ ഇനി അതിൻ്റെ എല്ലാം കൊമ്പൊക്കെ വെട്ടി കൊടുക്കുന്ന സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടെറസിൽ ഒരു ഏരിയയിലാണ് നമ്മൾ പച്ചക്കറി കൃഷി ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അപ്പുറത്തെ സൈഡാണിത്. അപ്പോൾ നമ്മൾ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് അടിച്ചു വാരി എല്ലാ സാധനങ്ങളൊക്കെ മാറ്റി നന്നായിട്ട് അടിച്ചു വാരി ക്ലീൻ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു സൈഡിൽ നമ്മുടെ എല്ലാ പൂച്ചെടികളും സെറ്റ് ചെയ്യാം. അപ്പം ഞാനെല്ലാം ക്ലീൻ ചെയ്യട്ടെ. നമ്മൾ ഈ പച്ചക്കറി നടുന്നതിൻ്റെ ഇടയിൽ പൂച്ചെടികളെ ഒന്നും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. നല്ല വേനലും ആയിരുന്നല്ലോ. അപ്പോൾ ഈ ഒരു സൈഡിലാണ് ഞാൻ സെറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ ഇത് എന്ന് വെച്ചാൽ നമ്മുടെ ഷീറ്റിൻ്റെ ഒക്കെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ, കാർ പോർച്ചിൻ്റെ ഒക്കെ പണി കഴിഞ്ഞപ്പോഴേ ഇത് നമ്മൾ ഇങ്ങനെ ബാക്കി ഉണ്ടായിരുന്നതാണ് കേട്ടോ, ഈ ഒരു ഇരുമ്പിൻ്റെ തണ്ട്. അപ്പോൾ അത് ഞാനിങ്ങോട്ട് താഴത്തായിരുന്നു അത് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ മുകളിൽ ചെടി തന്നെയായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങോട്ട് മേലേക്ക് എത്തിച്ചിട്ടോ, എൻ്റെ മക്കളെ കൊണ്ട് ഞാൻ മേലേക്ക് ഏറ്റിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതവിടെ വെച്ച് കൊടുത്തു. അപ്പം നമ്മൾ ഫസ്റ്റ് ഒരു ചെടി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ഒരു ചെടി കണ്ട, ഇതൊരു കള്ളിമുൾ ചെടിയാണ്. നല്ലൊരു ചെടിയാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ ഒരു പീസ് കൊടുന്ന് വെച്ചിട്ട് ഒരു 2 വർഷമൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ അത് ഇത്രയും വലുതായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ആദ്യം ഈ ഒരു ചെടീനെയാണ് വെക്കുന്നത്. ഇതിന് നല്ല വെയിലാണ് ആവശ്യം. അപ്പോൾ ഇത്രയും വലുതായി പൂവൊക്കെ ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം ഞാനിതിങ്ങനെ എടുത്ത് വെക്കാൻ നോക്കിയപ്പോഴത്തേനും അത് അങ്ങോട്ട് മറിഞ്ഞു വീണു കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ ഉണ്ട് അതിൻ്റെ കട ചീഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതിനങ്ങനെ വേരൊന്നും വരുന്നില്ല. ഈ ഒരു പാർട്ടിൽ നിന്ന് ഇങ്ങനെ ഓരോരോ ലീഫ് പോലെ വന്നിട്ട് അതിങ്ങനെ പൊക്കം വെച്ച് വരികയാണ് ചെയ്യാറ്. അപ്പോൾ ഇത് പ്രൊപ്പഗേഷൻ നല്ല എളുപ്പമുള്ള പണിയാണ്. പക്ഷെ എൻ്റെ കയ്യിൽ ഈ ഒരു ഇത് മാത്രമുള്ളേ. അപ്പോൾ അതാകെ കട ചീഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും അതിൽ നിന്ന് രണ്ടാമത് നട്ട് പിടിപ്പിക്കുകയാണേ. രണ്ടാമത് നടുക എന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും അതിനെ വെച്ച് കൊടുക്കണുള്ളൂ. ഇപ്പം നമുക്ക് സമയമില്ല അതിൽ നിന്ന് കട്ടിങ്സൊക്കെ എടുത്ത് നടാൻ. നമുക്കെല്ലാം നമ്മുടെ പൂച്ചെടികളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കണ്ടേ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ പൂവൊന്നുമില്ല കേട്ടോ. പൂവൊന്നും ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇന്ന് നോക്കിയപ്പോൾ 2 മുട്ട അതിൻ്റെ മുകളിൽ നിൽക്കണം കാണാണ്ട് കേട്ടോ. കാണാനൊക്കെ ഭംഗിയുണ്ട്. ഞാൻ അത് അതേപോലെ തന്നെ എടുത്ത് വെക്കുകയാണ്. ഇതിനധികം വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. എൻ്റെ വെള്ളം കൊടുക്കൽ കൂടിയിട്ടാണെന്ന് തോന്നുന്നു അത് ചീഞ്ഞു പോയത്. ഈ ചെടിയാണ് കേട്ടോ, കാക്ടസ് എന്ന് പറഞ്ഞ ചെടി. ഇത് മരുഭൂമിയിലൊക്കെ ഉണ്ടാവുന്ന ചെടിയാണ്. നമ്മുടെ കാലാവസ്ഥയിലും ഈ ചെടി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിൽ പൂക്കൾ ഉണ്ടാവും എന്നാണ് ഇപ്പം ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ കണ്ടത്. അപ്പോൾ ഞാനത് ജെമിനിയോട് കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഇതിൻ്റെ മുകളിൽ നല്ല അടിപൊളിയായിട്ടുള്ള പൂക്കളുണ്ടാവും. ആ പൂക്കൾ കൊഴിഞ്ഞു പോയാൽ അതിൽ പഴങ്ങളുണ്ടാവും. ആ പഴങ്ങൾ ഭക്ഷിക്കാറുണ്ട് അത്രേ മരുഭൂമിയിലെ ആൾക്കാരുണ്ടാന്ന് എനിക്കറിയില്ല. പക്ഷെ അത് അവർ കഴിക്കാറുണ്ടെന്ന് ഇതിൻ്റെ മുകളിലുണ്ടാവുന്ന പഴം. അപ്പോൾ അത് എത്രമാത്രം ശരിയാണെന്ന് അറിയില്ല. നമ്മൾ ആദ്യമായിട്ടാണ് എന്നിട്ട് അതിൻ്റെ മുകളിൽ പൂവൊക്കെ ഉണ്ടാവുന്നത് കാണുന്നത്. അപ്പം ഞാനിത് വിരിഞ്ഞിട്ട് ഈ പൂവ് വിരിയുമ്പോൾ ഞാനത് പോസ്റ്റായിട്ടിടണ്ടേ. പക്ഷെ 2 മുട്ട വന്നിട്ടുണ്ടായിരുന്നു കണ്ട. പക്ഷെ ഒരെണ്ണം കൊഴിഞ്ഞു പോയി. അതവിടെ താഴെ വീണിട്ട് ഞാൻ നടുന്നതിൻ്റെ ഇടയിലാണെന്ന് തോന്നുന്നു ഒരെണ്ണം കൊഴിഞ്ഞു പോയി. ഇതിങ്ങനെ വലുതായി വരുന്ന സമയത്ത് മറിഞ്ഞു പോകുമായിരുന്നു. അപ്പം ഞാനിതിനെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പൂവ് കൊഴിഞ്ഞു പോയി. അപ്പം ഞാനതിനെ വീണ്ടും ആ മണ്ണിൽ തന്നെ വെച്ച് കൊടുക്കുകയാണ്. ഇനി എന്തെങ്കിലും ആവോ നോക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഒരു പൂവുണ്ട്, അത് വിരിയുമ്പോൾ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ട് ഇടണ്ടേ. അപ്പോൾ നമ്മുടെ ആ ചെടീനെ നല്ല ഭംഗിയാക്കിയിട്ട് അവിടെ വെച്ച് കഴിഞ്ഞു. ഇനി നമ്മുടെ അടുത്തത് വെക്കാൻ പോകുന്നത് മുല്ലയാണ് കേട്ടോ. ഇതിൻ്റെ മുകളിലാണെങ്കിൽ എന്നും 3 പൂവ് 4 പൂവ് വിരിയേ. നല്ല മണമുള്ള മുല്ലപ്പൂവിന് നല്ല മണമാണല്ലോ അല്ലെങ്കിലും. അപ്പം ഞാൻ ഇതിനൊക്കെ ഒന്ന് വെട്ടി ഇതിനെ ഒന്ന് പ്രൂണിങ്ങൊക്കെ ചെയ്ത് സെറ്റാക്കി നിറച്ചും പൂക്കൾ ഉണ്ടാക്കാൻ പോവാണ്. അപ്പം അതിൻ്റെ കടക്കലുള്ള ആ പുല്ലുകളെല്ലാം
നമ്മൾ പറിച്ച് കളഞ്ഞ് മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമുക്കിതിൻ്റെ കമ്പൊക്കെ നന്നായിട്ട് വെട്ടി ഒതുക്കാം കേട്ടോ. ഈ മുല്ല ഞാൻ മേടിച്ചതാണ്, കുറ്റിമുല്ല എന്ന് പറഞ്ഞിട്ട് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ ചെറുപ്പത്തിൽ ഞങ്ങളുടെ വീട്ടിൽ നല്ല അടിപൊളി മുല്ല ഉണ്ടായിരുന്നു. നല്ല ഇങ്ങനെ പേരയുടെ മുകളിലേക്ക് നല്ല അടിപൊളിയായിട്ട് വള്ളി പടർത്തിയിട്ടുള്ള മുല്ലായിരുന്നു കേട്ടോ. അപ്പോൾ മുല്ലപ്പൂവിൻ്റെ ഒക്കെ സീസൺ ആകുമ്പോൾ നിറച്ചും പൂക്കൾ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറിച്ച് പിന്നെ മാല കോർത്ത് മുടിയിലൊക്കെ വെക്കുമായിരുന്നു ചെറുപ്പത്തിൽ. പിന്നെ ഇപ്പോഴും ഉണ്ട് കേട്ടോ. അവിടെ നാട്ടിൽ പോയാൽ നമ്മുടെ കാക്കയുടെ വീട്ടിൽ അവിടെ കിണറിൻ്റെ ചുറ്റിലും മുല്ല പടർന്നിട്ട് നന്നായി പൂക്കളൊക്കെ ഉണ്ടാവും കേട്ടോ. ഇനി നമുക്ക് അടുത്തത് നമ്മുടെ വീട്ടിൽ ആകെ ഒരു അടീനിയേ ഉള്ളൂ. ആ ഒരു അടീനിയാണ് ഇത് കേട്ടോ. ഈ അടീനിയം എൻ്റെ നാത്തൂൻ്റെ വീട്ടിൽ നിന്ന് തന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരൊറ്റ കളർ മാത്രം നമ്മുടെ കയ്യിലുള്ളൂ. അടീനിയത്തെ പറ്റിയിട്ട് എനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനറിയില്ല. ഞാൻ ഇതുവരെ അടീനിയം കട്ട് ചെയ്യുകയോ അതുപോലെ തന്നെ പിടിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ആൾ നമ്മുടെ മദറിലോ ആണ്, ഉമ്മയാണ് ഇട്ടതെല്ലാം. അടീനിയത്തിൻ്റെ ആൾ ഉമ്മയാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ നല്ല പൂക്കളൊക്കെ ഉണ്ടാവുന്നുണ്ട് ടെറസിൻ്റെ മുകളിൽ കൊടുന്ന് വെച്ചിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിതാ വീണ്ടും ഉമ്മയുടെ സ്പെഷ്യൽ ചെടിയാണ് മലസ്റ്റോമ. ഇത് ഉമ്മ മേടിച്ചതാണ് കേട്ടോ ഈ ചെടി. അപ്പോൾ ഈ ചെടി ഭയങ്കര ഇഷ്ടമാണ് ഉമ്മാക്ക്. ഇതിനെ കാണാൻ നല്ല ഇഷ്ടമാണ്. എപ്പോഴും ഉമ്മത് ഒരെണ്ണം മേടിക്കും, എന്നിട്ട് അത് നാശമായി പോകുമ്പോൾ വീണ്ടും അടുത്ത ഒരെണ്ണം മേടിക്കും, അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇത് താഴെ അല്ല വെക്കണത്, നമ്മൾ ടെറസിൻ്റെ പൊക്കത്താണ് ഇത് കൊടുന്ന് വെച്ചിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ താഴെ നമുക്ക് വെയിൽ കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് വെയിലത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ടെറസിൻ്റെ ഭാഗത്ത് കൊടുന്നത്. അപ്പോൾ അതിന് ഞാൻ കൊമ്പ് വെട്ടി കൊടുത്തിട്ടില്ല. അടീനിയും മെലസ്റ്റോമയും ഞാൻ രണ്ടിനെയും ഒന്നും ചെയ്യുന്നില്ല. അത് രണ്ടും ഉമ്മാടെ ചെടികളാണ്. പിന്നെ ഈ ഒരു ചെടി എന്താണെന്നറിയോ, ഇതിൻ്റെ മുകളിൽ പൂക്കളൊന്നും ഉണ്ടാവണില്ല കേട്ടോ. പക്ഷേ ഇതിൻ്റെ പേരെന്താന്ന് പറഞ്ഞേരേ. ഇതിൻ്റെ പേര് യെസ്റ്റർഡേ ടുഡേ ടുമാറോ, ഇതാണ് കേട്ടോ ഇതിൻ്റെ പേര്. ഇതിൻ്റെ മുകളിൽ 3 കളർ പൂവുണ്ടാവും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഞാൻ ഇതിൻ്റെ മുകളിൽ പൂവുണ്ടായിട്ട് കണ്ടിട്ടുള്ളത് ആകെ 2 കളറാണ്. ഒരെണ്ണം വെള്ളയും ഒരെണ്ണം ഒരു വയലറ്റ് ലൈറ്റ് പർപ്പിൾ ഷെയ്ഡുമാണ് കേട്ടോ. പിന്നെ നമ്മുടെ കയ്യിലൊരു ഇലച്ചെടി ഉണ്ട്. ഈ ഒരു ഇലച്ചെടി നമ്മുടെ ഷൈനി ചേച്ചി തന്നാണ് കേട്ടോ. ചേച്ചിയുടെ വീട്ടിൽ ഇത് നല്ല ഭംഗിയിലാണ് നിൽക്കുന്നത്. ഇവിടെ ഇത് എന്താണോ അപ്പോൾ ഈ കോലത്ത് നിൽക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഇലച്ചെടി അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇനിയുള്ളത് ഒരുപാട് ചെമ്പരത്തിയും റോസുമാണ് കേട്ടോ. കുറച്ച് റോസ് നമ്മൾ കാശ് കൊടുത്തിട്ട് മേടിച്ചതുകൊണ്ട്, പിന്നെ കുറച്ച് നമ്മൾ കൊമ്പ് കൊണ്ടുവന്ന് പിടിപ്പിച്ചതുകൊണ്ട് കേട്ടോ റോസ്. പിന്നെ ചെമ്പരത്തി നമ്മൾ ഒട്ടും പൈസ കൊടുത്തിട്ട് മേടിച്ചിട്ടില്ല. എല്ലാം നമുക്ക് നമ്മുടെ നസീമ, അതായത് അയൽവാസിയാണ് കേട്ടോ നസീമത്ത കൊണ്ടുവന്ന് കമ്പുകൾ കൊണ്ടുവന്ന് തരും. ഞങ്ങളിത് പിടിപ്പിക്കും. പിന്നെയും വേറെ എവിടുന്നേലൊക്കെ കിട്ടിയാൽ കൊണ്ടുവന്ന് തരും. ഞങ്ങളിത് വീണ്ടും പിടിപ്പിക്കും കേട്ടോ. അങ്ങനെ വന്നിട്ടുള്ളതാണ് ഒരുപാട് ചെമ്പരത്തി കേട്ടോ. ഇനിയും താഴെ കുറേ നിൽക്കുന്നുണ്ട് ചെമ്പരത്തികൾ, റോസ് കളറ്, ചെറിയ ചെറിയ ചെമ്പരത്തി, അതൊക്കെ അവിടെ താഴെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ മേളിലേക്ക് കൊടുന്ന് വെക്കണം. അപ്പോൾ ഈ ഒരു ചെമ്പരത്തിന് പോലെ ഇഷ്ടം പോലെ പൂക്കളുണ്ടാവും. അപ്പോൾ അത് നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ അവിടെ വെച്ചത്. ഇനി നമ്മുടെ റോസുകളിനൊക്കെ ഒന്ന് വെട്ടി ഒതുക്കിയൊക്കെ കുറച്ച് പൂക്കളൊക്കെ ഉണ്ടായി. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി മാറ്റി കൊമ്പൊക്കെ ഒന്ന് പ്രൂൺ ചെയ്തെടുത്ത്, പിന്നെ ഈ കൊമ്പ് വേണമെങ്കിൽ പിടിപ്പിക്കാൻ പറ്റൂ കേട്ടോ. പക്ഷെ ഞാനതൊന്നും ചെയ്യണില്ല. നമുക്ക് ചട്ടികൾ കുറവാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ പഴയ പ്ലാസ്റ്റിക് കുപ്പികളിലൊക്കെ ഒന്ന് പിടിപ്പിച്ച് നോക്കട്ടെ. പിടിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ചട്ടിയൊക്കെ വെച്ചിട്ട് അതിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാ റോസും ഞാൻ ഇതുപോലൊക്കെ ഒന്ന് വെട്ടി ഒതുക്കി, വാടിയ പൂക്കളൊക്കെ ഒന്ന് വെട്ടി ഒതുക്കി സെറ്റ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മളെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 5 ചെമ്പരത്തിയോ 6 തരം ചെമ്പരത്തികളുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത്, പിന്നെ ഒരു ലൈനിൽ ഫുള്ള് റോസ വെച്ച് കൊടുത്തു. പിന്നെ അതിൻ്റെ ഇടയിൽ വേറെയും കുറേ പ്ലാന്റ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊന്നും ഞാൻ ഇതിൻ്റെ ഇടയിൽ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അല്ലെങ്കിൽ തന്നെ എൻ്റെ സംസാരം നിങ്ങൾക്ക് ബോറടിയാണെന്നാണ് ഇതിലെ കമൻസ് വായിക്കുമ്പോൾ മനസ്സിലാവുന്നത്. പിന്നെ ഞാൻ ഇതിൻ്റെ മണ്ണൊക്കെ ഒന്ന് ഇളക്കി ഇനി വളം ഇട്ട് കൊടുക്കാം. നമ്മുടെ അടുക്കളയിൽ നിന്നുള്ള ഒട്ടും ചിലവ് കുറഞ്ഞെന്ന് പറഞ്ഞാൽ ഒട്ടും പൈസ വേണ്ടാത്ത നല്ല റിസൾട്ട് തരുന്ന അടിപൊളി വളമാണ് കേട്ടോ അതിനിട്ട് കൊടുക്കണം. അപ്പോൾ ഈ കത്തി എനിക്ക് എൻ്റെ റിഫാന് മേടിച്ചെന്നാണ് കേട്ടോ. എൻ്റെ മൂത്തമ്മോൻ ടൂറ് പോയി വന്നപ്പോൾ ഈ ഒരു കത്തി കൊണ്ടുവന്നു. പക്ഷേ അതെനിക്ക് തരുന്നുണ്ടായിരുന്നില്ല. ഇപ്പം അതെനിക്ക് തന്നേ. ഞാനതിങ്ങനെ കുത്തിളക്കാനൊക്കെ നല്ലതാണ്. അപ്പോൾ ഈ ഒരു വളമാണ് ഇട്ട് കൊടുക്കുന്നത്. ചായപ്പിണ്ടിയും അതുപോലെ തന്നെ ഉള്ളിത്തോട്, വെളുത്തുള്ളിയുടെ തൊലിയുണ്ട്, സവാളയുടെ തൊലിയുണ്ട്,
പിന്നെ ചുവന്നുള്ളിയുടെ തൊലിയുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഇട്ട് കൊടുത്തു. പൂക്കളൊക്കെ ഉണ്ടാവാൻ ഈ ഒരു വളം അടിപൊളിയാണ്. അപ്പോൾ റോസക്കായാലും ചെമ്പരത്തിക്കായാലും മറ്റേത് ചെടികൾ 10 മണി വരെ ഇതിട്ട് കൊടുത്താൽ നന്നായി പൂക്കളുണ്ടാവും കേട്ടോ. 10 മണിക്കും ഈ ചായപ്പിണ്ടി നല്ലതാണ്. അതുപോലെ ഉള്ളിത്തോട് 10 മണി ടേബിൾ റോസില്ലേ, അതിന് നല്ലതാണ് കേട്ടോ. പിന്നെ ഞാൻ സ്പെഷ്യലായിട്ട് കൊടുക്കുന്ന വളമാണ് നമ്മുടെ കഞ്ഞിവെള്ളത്തിൽ സ്ലറി ഒഴിച്ചിട്ട് നമ്മൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഒഴിച്ചു കൊടുത്താൽ നല്ല അടിപൊളിയായിട്ട് പൂക്കളുണ്ടാവും. അപ്പോൾ ഇനി അത് ഒഴിച്ചു കൊടുക്കട്ടെ. കഞ്ഞിവെള്ളം പുളിച്ച കഞ്ഞിവെള്ളം ഒരു 1/2 ബക്കറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ ഫുള്ളും വെള്ളം ചേർത്തിട്ട് ഡൈല്യൂട്ട് ചെയ്യുക. പിന്നെ അതിലേക്കൊരു കുറച്ച് സ്ലറി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ സ്ലറി ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുള്ളതാണ്, എൻ്റെ ചാനലിൽ കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കലക്കി എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കട്ടെ. ഇനിയിപ്പോൾ ഒരാഴ്ചയുടെ ഉള്ളിൽ തന്നെ ഇതിൻ്റെ മുകളിൽ എല്ലാത്തിൻ്റെ മുകളിൽ പൂക്കളുണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി കമൻസ് ഇടുക. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും അടിപൊളി കമൻസുകളിടുക. അപ്പോൾ എല്ലാ കമൻസിനും റീപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.